from the fount of every blessing. Tune my heart to sing thy praise. Streams of mercy never ceasing, call for songs of loudest praise. Teach me some melodious sonnet, sung by flaming tongues above. Praise the mount I'm fixed upon it, mount of thy redeeming love. Here I raise my Ebenezer, here by thy great help I've come, and I hope by thy good pleasure safely to arrive at home. Jesus sought me when a stranger, wandering from the fold of God. He to rescue me from danger, interposed his precious blood. Oh, to grace how great and error daily I'm constrained to be. Let thy goodness like a fetter bind my wandering heart to thee. Prone to wander, Lord, I feel it, prone to leave the good I love. Here's my heart, oh, take and seal it for thy courts above. Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ധനഹായ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഈ ഞായറാഴ്ച സഭയ്ക്ക് ദിനമായി ആചരിക്കുന്നു. എക്യുമെനിക്കൽ സൺഡേ, വൺ ബോഡി ആൻഡ് വൺ ബാപ്റ്റിസം. പരമാധികാരിയായ ദൈവം ആഗമാന സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമാകാൻ വിളിച്ചിരിക്കുകയാണ്. ഏക സ്നാനത്താൽ ഏക ശരീരമായി യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിവിധ സഭകളെ ദൈവം ശക്തീകരിക്കുന്നു. ഒരു എക്യൂമെനിക്കൽ കമ്മ്യൂണിറ്റിയാകണം വിവിധ സഭകൾ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോക വ്യവസ്ഥിതിയിൽ നിന്ന് വേർപാട് അനുഷ്ഠിച്ച് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ജനമായിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ, ആ സ്നേഹബന്ധത്തിലായിരിക്കുന്ന ജനസമൂഹമാണ് സഭ. ഇന്നത്തെ നമ്മുടെ വേദവചന പാഠങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത് സഭയെക്കുറിച്ചാണ്. ആദ്യം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഈ വേർതിരിക്കൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. The book of Genesis, chapter 17, verses 9 to 14. ഇവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന നീയും നിന്റെ സന്തതി പരമ്പരകളെല്ലാം യഹോവയ്ക്ക് വിശുദ്ധ ജനമാകയാൽ വിശുദ്ധിയുടെ അടയാളമായി നിന്നിലുള്ള ആണെല്ലാം പരിച്ഛേദന ചെയ്യണമെന്ന്. അവർക്ക് സർക്കംസിഷൻ ദൈവം നിർബന്ധമാക്കി. ദൈവവുമായി ഒരു കവനന്റ് റിലേഷൻഷിപ്പിലായിരിക്കുവാനാണ് ഈ പരിച്ഛേദന ദൈവം അവർക്ക് കൊടുത്തത്. പ്രിയ സഹോദരങ്ങളെ, ദൈവജനം എപ്പോഴും വിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കണം. നമുക്ക് വായിക്കാം
ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. നിങ്ങളേറ്റ പരിച്ഛേദന അഥവാ നിങ്ങളുടെ ശരീരത്തിലെ അടയാളം എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് എന്ന്. അതിനാൽ ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിൻ്റെ വഴിവിട്ട് പാപം ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. അങ്ങനെ അശുദ്ധരാക്കിയാൽ നിങ്ങൾ മറ്റു ജാതികളെപ്പോലെ തന്നെയാണ്. അവരെക്കാൾ നിങ്ങൾക്ക് ഒട്ടും വിശേഷതയില്ല. പക്ഷെ ഇവിടെ എന്താണ് ഇസ്രായേൽ മക്കൾ ചെയ്തത്? അവർ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരായി മാറി, ദൈവത്തോട് മറുതലിക്കുന്നവരായി മാറി. അവർ പിന്നെയും പിന്നെയും പാപം ചെയ്തു. അതുകൊണ്ട് അടുത്ത വചനഭാഗമായ ആമോസ് പ്രവചനം 9-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പുച്ഛിച്ചു തള്ളുന്ന എത്യോപ്യ മുതലായ ദേശങ്ങളെക്കാൾ നിങ്ങൾ നല്ലവരാണോ? നിങ്ങൾ പണ്ടത്തെ പോലെ സംരക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ അവരെക്കാൾ മേന്മയുള്ളവരല്ല. യു വെർ ലൈക്ക് ദി എത്യോപ്യൻസ്. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ ഞാൻ തന്നെയാണ് അവരെ ഓരോ ദേശങ്ങളിൽ നിന്നും ഇപ്പോൾ അവർ ആയിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ എക്യൂനിക്കൽ സൺഡേയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ല. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ്. God has absolute control over all the nations of the world. God has no partiality. ആരാണ് സഭയുടെ അടിസ്ഥാനം? അല്ലെങ്കിൽ ആരിലാണ് സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഇക്കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, യോനായുടെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവത്തിനും ക്രൂശ് മരണത്തിനും വേണ്ടി യെരുശലേമിലേക്ക് പോകുവാൻ തയ്യാറാകുന്നതിന് മുമ്പായി ശിഷ്യന്മാർ തന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്നറിയുവാൻ ആഗ്രഹിച്ചു. അതിനായി ആദ്യം യേശു അവരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന്. താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് യോഹന്നാൻ സ്നാപകനാണെന്ന് ചിലർ പറയുന്നു, ഏലിയാവാണെന്ന് മറ്റു ചിലർ പറയുന്നു, ഇരമ്യാവാണെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ആരോ ആണെന്ന് പറയുന്നു. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു,
നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. പീറ്റർ കൺഫസസ്, ജീസസ് ഇസ് ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഗോഡ്. യേശു ഈ ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചത് ഫിലിപ്പിൻ്റെ കൈസറിയിൽ വെച്ചാണ്, സിസറിയ ഫിലിപ്പായി. അവിടുത്തെ ജനങ്ങൾ കൈസറിനെയും പാൻ ദേവനെയും ഒക്കെ ആരാധിച്ചിരുന്ന സ്ഥലമാണത്. ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം, ഒരു കൺഫഷൻ നടത്തപ്പെട്ടത്. യേശു പത്രോസിനെ ശ്ലാഘിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. ഈ താക്കോലുകൾ എന്നത് അധികാരത്തെ കുറിക്കുന്നതാണ്. ജീസസ് പ്രൈസസ് പീറ്റർ ആൻഡ് ടെൽസ് ഹിം ദാറ്റ് he will receive authority. Peter's authority means that his actions on earth would be saved in heaven. ഈ ഭൂമിയിൽ നിങ്ങളേതവസ്ഥയിലായിരുന്നാലും കുഴപ്പമില്ല, എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, യേശു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ you will have the key to enter heaven. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അറിവാണ്, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നിധിയാണ് യേശു ആരാണെന്നുള്ള തിരിച്ചറിവ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ you will have authority. യേശു പത്രോസിനോട് പറഞ്ഞു, So you are Simon, the son of Jonah. You shall be called Kepha, which means Peter. കേഫ എന്ന അറമൈക് വാക്കാണ് യേശു ഉപയോഗിച്ചത്. ഇതിൻ്റെ അർത്ഥം പാറ എന്നാണ്, സിഫാസ്. യേശുവാണ് മശിഹ എന്ന് ആദ്യം പ്രഖ്യാപിച്ചവൻ ഈ പത്രോസാണ്. ഈ ജ്ഞാനം ഒരുവന് കിട്ടുന്നത് അവൻ്റെ ബൗദ്ധികമായ അറിവ് കൊണ്ടോ അവൻ്റെ ചരിത്രാവബോധം കൊണ്ടോ ഒന്നുമല്ല. ഇതൊരു വെളിപ്പാടാണ്, റെവലേഷൻ. ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഈ വിശ്വാസത്തിന്മേൽ അഥവാ ഈ പാറമേലാണ് യേശു തൻ്റെ സഭയെ പണിതിരിക്കുന്നത്. സഭ എന്നാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹമാണ്. ദ കോൾഡ് ഔട്ട് വൺസ്. അവർ തങ്ങളുടെ നാഥനായ യേശുവിൻ്റെ സ്നേഹം, നീതി, സമാധാനം ഇവ പ്രതിഫലിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. സ്നേഹത്തിൽ ജീവിക്കുന്നവരുടെ ഒരു സമൂഹമാണ് സഭ. നീതിയും സമാധാനവും പുലരുന്നിടമാണ് സഭ. അവിടെ യാതൊരു കലഹത്തിനോ വഴക്കുകൾക്കോ കേസുകൾക്കോ സ്ഥാനമില്ല. യേശുവാണ് സഭയുടെ ശില്പി. അതിനാൽ തന്നെ പാതാള ശക്തികൾ അതിനെ ജയിക്കുകയില്ല. യേശുവിനെ വിശ്വസിച്ച് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവർ തങ്ങൾക്ക് തന്നെ നിത്യനാശം വിധിച്ചിരിക്കുന്നു. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജനപഥങ്ങളിൽ നിന്നും ഈ യേശുവിനെ സ്വീകരിച്ച് അവൻ തന്നെയാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ജയാളികളായി ജീവിക്കുന്നവരാണ്. ദ ഗേറ്റ്സ് ഓഫ് ഡെത്ത്, ഷിയോൾ ഓർ ഹേഡിസ് വിൽ നോട്ട് പ്രിവെയിൽ ഇറ്റ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവർ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർക്ക് ഉച്ചസ്ഥരം പറയാം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ
നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപമാണ്. ഈ പാപത്തെയാണ് യേശു കാൽവറി ക്രൂശിൽ കൈകാര്യം ചെയ്തത്. അവനത് തന്മേലേറ്റെടുത്ത് ഒഴിച്ചു കളഞ്ഞു. ഇനി ഒരു നിയമക്കുരുക്ക് പാപങ്ങളെ പോക്കുവാനാണെന്ന് പറഞ്ഞ് നമ്മെ അലട്ടില്ല. ആ ന്യായപ്രമാണം, ലോ, കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചു. നീ അവിടെ തെറ്റി, ഇവിടെ തെറ്റി, അങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റി, ഇങ്ങോട്ട് നോക്കിയപ്പോൾ തെറ്റി, അങ്ങനെ ചെയ്തപ്പോൾ തെറ്റി, ഇങ്ങനെ സദാസമയവും നമ്മെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടംനേഷൻ, ആ നിയമസംഹിതകളെല്ലാം യേശു നിവർത്തിച്ച് നമ്മെ അവയുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറ്റി. നമുക്കിനി യാതൊരു കുറ്റാരോപവുമില്ല. ആരും നമ്മോട് പറയില്ല നീ അവിടെ തെറ്റി, ഇവിടെ തെറ്റി എന്ന്. കാരണം നമ്മുടെ തെറ്റുകളെല്ലാം ഒരുവൻ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി അത് ചുമന്നൊഴിച്ച് കളഞ്ഞു. ഇനി ആ തെറ്റുകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തവും ഒന്നും നാം ചെയ്യേണ്ടതായിട്ടില്ല. ഒരു ലോയും ഒരു നിയമസംഹിതയും ഒരു ന്യായപ്രമാണവും നാം അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ തെറ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ മാറ്റിയവനിലുള്ള വിശ്വാസമാണ് ഇന്ന് നമ്മെ രക്ഷിക്കുന്നത്. വിശ്വസിക്കുന്നവരെ സ്വീകരിക്കുവാൻ അവന് പ്രസാദം തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഇതാണ് സുപ്രസാദകാലം, ഇത് തന്നെയാണ് രക്ഷാദിവസം. ഇത് നമ്മുടെ മേൽ യേശു ചൊരിഞ്ഞ കൃപയാണ്. കൃപയാലാണ് ഇത് സാധ്യമായത്. We now have victory or triumph even over the thought of death, fear of death. ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യനെയാണ് യേശു തൻ്റെ മരണത്താൽ രക്ഷിച്ചത്. മരണഭയമാണ് മനുഷ്യനിൽ നിന്ന് നീക്കിക്കളഞ്ഞത്. മരണം നീക്കിക്കളയുക മാത്രമല്ല യേശു ചെയ്തത്, തന്നോടൊന്നിച്ച് സ്നേഹപാശങ്ങളാൽ നമ്മെ ബന്ധിച്ചു. എ കവനന്റ് റിലേഷൻഷിപ്പ്. കാന്തയായി നിത്യം വാഴുവാൻ സഭയ്ക്ക് അവകാശം നൽകി. വി ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. യുഗങ്ങളുടെ പാറയായ യേശു, റോക്ക് ഓഫ് ഏജസ്, പെട്ര. ഈ യേശുവിന്മേൽ അടിസ്ഥാനപ്പെട്ടവരായി നാം എല്ലാം ചെറിയ ചെറിയ കല്ലുകളായി അവനോട് ചേർന്ന് പണിയപ്പെടുകയാണ്. നീ പത്രോസാവുന്നു എന്ന് യേശു പറഞ്ഞു. യു ആർ പെട്രോസ്, എ സ്റ്റോൺ, ആൻഡ് ഓൺ ദിസ് പെട്ര ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഇതാണ് യേശു പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്ന നാം ഓരോരുത്തരും പെട്രോസ് ആണ്, ഓരോരോ കല്ലുകളാണ്. യുഗങ്ങളുടെ പാറയായ ആ പെട്ര, ആ യേശുവിനോടൊപ്പം ചേർന്ന് നാം പണിയപ്പെടുകയാണ്. 19-ാം വാക്യത്തിൽ നാം കണ്ട താക്കോലുകൾ, ദ കീസ് ആർ ദി അതോറിറ്റീസ് ജീസസ് ഡെലിഗേറ്റിംഗ് ടു പീറ്റർ or anyone else who are in the kingdom. While we are in the kingdom, whatever we bind or loose on earth will be bound or loosed in heaven. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വസ്തരായവരുടെ കരങ്ങളിലെ യജമാനൻ താക്കോലുകൾ ഏൽപ്പിക്കുകയുള്ളൂ. പത്രോസ് പ്രഖ്യാപിച്ചതുപോലെ നാം ഓരോരുത്തരും ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് മറ്റുള്ളവരെ ഈ സ്വർഗരാജ്യത്തിലേക്ക് നാം ക്ഷണിക്കുകയാണ്. ദൈവം തന്നെ നമ്മുടെ കർത്താവായി, ന്യായാധിപതിയായി, ദൈവമായി ഇരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിലെ സർവ്വനന്മകളുടെയും സാധ്യതകളുടെയും ലഭ്യത നാം പ്രാപിക്കുന്നു. അങ്ങോട്ട് പ്രവേശിക്കുവാൻ മാത്രമുള്ള താക്കോലല്ല,
സ്വർഗരാജ്യ അനുഭവങ്ങൾ സ്വായത്തമാക്കുവാനുള്ള ആ അവസരമാണ് ഈ താക്കോലുകൾ നമുക്ക് സാധ്യമാക്കുന്നത്. ഒരു ആക്സസ് നമുക്ക് ലഭിക്കുന്നു. Keys signify access to the resources or treasures of heaven. Keys signify authority. ചില അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ വിശ്വസ്തതയ്ക്കനുസരിച്ച് നമുക്ക് ലഭ്യമാക്കപ്പെടുന്നു. അതുപോലെ ഈ താക്കോലുകൾ സ്വർഗരാജ്യത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു. അവിടെ എന്തെല്ലാമാണ് ഉള്ളത്, അവിടുത്തെ മഹത്വം, സന്തോഷം, നിക്ഷേപങ്ങൾ, സ്ഥാനമാനങ്ങൾ, നിത്യാനന്ദം, ഇവയെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ഈ താക്കോലുകൾ സാധ്യമാക്കുന്നു. കീസ് സിഗ്നിഫൈ ഇൻസൈറ്റ്. എന്തെല്ലാമാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ, അവിടെ ആയിരിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ്, കിങ്ഡം പ്രിൻസിപ്പിൾസിനെ പറ്റി നമുക്കറിവുണ്ടാകുന്നു. ഇത് നാം വായിക്കുന്നത് സെയിൻറ്റ് മാത്യു ചാപ്റ്റേഴ്സ് 5, 6 and 7 അവിടെ കിങ്ഡം പ്രിൻസിപ്പിൾസ് വിശദമാക്കപ്പെടുന്നു. അതുപോലെ എത്തിക്സ് ഓഫ് ദ കിങ്. യേശു ദൈവപുത്രനാണെന്നുള്ള ആ തിരിച്ചറിവ്, ലോകരക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ് എന്ന സത്യം, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള വഴിയും വാതിലും യേശു തന്നെയാണ്. ജീസസ് ഈസ് ദ കീ ടു എൻ്ററിങ് ദ കിങ്ഡം ആൻഡ് കീ ടു ആക്സസ് ദ ട്രൂത്ത്സ് അബൌട്ട് ഹിം, കീ ടു ആക്സസ് ദ റിസോഴ്സസ് ഓഫ് ദ കിങ്ഡം which assist every aspect of every person in his life. അതുതന്നെയാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അതായത് സ്വർഗാരോഹണം ചെയ്ത് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. യേശുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലത്തിരുത്തുവാനാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിച്ചത്. ആയിരിക്കുന്നവർ ഇപ്പോൾ തന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ ആയിരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ കടക്കുവാൻ ദൈവം നമുക്ക് അധികാരവും അവകാശവും നൽകി. യേശു തന്നെ മശിഹ എന്ന് പ്രഘോഷിക്കുവാൻ നമുക്ക് അധികാരം നൽകി. അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്നവർക്കും സ്വർഗത്തിൻ്റെ അവകാശം കൊടുക്കുവാനുള്ള ആ അധികാരം, യേശുവിൻ്റെ മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ്, ഇതാണ് നമുക്ക് സാധ്യമാക്കിയത്. ജനതകളെ ശിഷ്യരാക്കുവാനുള്ള അവകാശം, ഇത് പത്രോസിന് മാത്രം കൊടുത്തതല്ല, എല്ലാ വിശ്വാസികൾക്കും കൊടുത്തതാണ്. നമുക്കറിയാം പെന്തക്കോസ്ത് നാളിലെ പത്രോസിൻ്റെ പ്രശസ്തമായ പ്രസംഗം, ആക്ട്സ് ചാപ്റ്റർ 2 verses 14-36. അതുപോലെ കൊർന്നല്യോസ് എന്ന സാധുവിൻ്റെ ഭവനത്തിൽ യേശു പത്രോസിനെ കൊണ്ടുപോയി അവിടെ തടിച്ചുകൂടിയിരുന്ന ജാതികളോട് പ്രസംഗിച്ചത്. അങ്ങനെ ഗോഡ് യൂസ്ഡ് പീറ്റർ ടു പ്രീച്ച് ദ ഗോസ്പൽ ടു ബോത്ത് ജൂസ് ആൻഡ് ജെൻറ്റൈൽസ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നമുക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഇടയാക്കി. നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, അവിടെ എന്തെല്ലാമാണുള്ളത്, അവിടുത്തെ നിത്യാനന്ദം, നിത്യസന്തോഷം, സമാധാനം, നിത്യജീവൻ, ഇതെല്ലാം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.